ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഒത്തിരി പേര് നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കി. സ്റ്റൂ, വിന്താലു, അതുപോലെ തന്നെ വൈൻ കേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നന്നായിരുന്നു പറഞ്ഞ്. എല്ലാവർക്കും ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. സിമ്പിളാണെങ്കിൽ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ്. മുരിങ്ങയിലയും മുട്ടയും കൊണ്ടുള്ളൊരു തോരനാണ്. നമ്മൾ ഇതിനു മുമ്പ് മുരിങ്ങയില ഒരു ഒഴിച്ചേറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടി കണ്ടു നോക്കുക. ഈ തോരൻ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയില മുട്ടത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനുള്ള മുരിങ്ങയുടെ ഇല അതിൻ്റെ തണ്ടിൽ നിന്ന് അടർത്തിയെടുത്ത് നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം. ഇലയെല്ലാം കഴുകിയെടുത്തതിന് ശേഷം ഒരു ടവലിലിട്ടിട്ടൊന്ന് അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ചെടുക്കണം. കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ തോരൻ ഉണ്ടാക്കുമ്പോൾ ഇലയെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും. ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് മാറ്റി വെക്കണം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി ബ്രൗൺ കളറിനോ ആയിട്ട് ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇലകളും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇലകൾ ചേർത്ത് കഴിഞ്ഞൊരു 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മൂന്ന് 4 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഇലയെല്ലാം ഒരു ഡാർക്ക് ഗ്രീൻ കളറായിട്ട് വരും. ഇനി ഇലകൾ പാനിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ നീക്കി വെക്കണം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന 2 മുട്ടയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ചിക്കി വറുത്തെടുക്കണം. ഇപ്പോൾ മുട്ടയിൽ കാണുന്ന പോലെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ചിക്കി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇലയും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ട് 3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി ഒരു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട്. ഇടയ്ക്ക് പാൻ്റെ മൂടി മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് നല്ല ഹെൽത്തി നല്ല ടേസ്റ്റിയുമായി നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡി ആയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്